ഏതൊരു മനുഷ്യനെയും സ്വാധീനിക്കുന്ന ശക്തികൾ പലതാണ്. ചിലർക്ക് ലോകത്തിലുള്ള ചില കാര്യങ്ങൾ അവരെ വല്ലാതെ സ്വാധീനിക്കുമെങ്കിൽ മറ്റു ചിലരെയൊക്കെ സ്വാധീനിക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമായിരിക്കും. 125-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് ആ പാട്ട് ആരംഭിക്കുന്നത്: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതെ, ദൈവത്തെയും ദൈവവചനത്തെയും ആശ്രയിക്കുന്ന ഒരാൾ കുലുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. കുലുങ്ങാതെ നിൽക്കത്തക്കവണ്ണം ഉറപ്പുള്ള ഒരു പർവ്വതം പോലെ ദൈവം അവരെ ആക്കി തീർക്കും. വചനത്തിന് അല്ല, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. നോക്കൂ, ദൈവവചനം സ്വാധീനിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38-39 വാക്യങ്ങൾ വായിക്കട്ടെ. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. വളരെ വിശദീകരണം നൽകേണ്ട 2 വാക്യങ്ങളാണ് ഇതെങ്കിലും സമയത്തിൻ്റെ പരിമിതി മാനിച്ചുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യേശുവിനെ ഓടിച്ചെന്ന് കൈക്കൊണ്ട മാർത്തയും യേശുവിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ അല്ല, യേശുവിൻ്റെ വചനം ശ്രവിക്കുവാൻ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മറിയയും നമുക്ക് നൽകിത്തരുന്ന വിലപ്പെട്ട ഒരു പാഠമുണ്ട്. യേശു ഈ വീടിൻ്റെ നായകൻ എന്നൊക്കെ എഴുതിയ ബോർഡുകൾ പല വീടുകളിലെയും ഏറ്റവും മുൻവശത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലും അത് ഉണ്ടാവാതിരിക്കില്ല. അതിനെ കുറ്റം പറയാനല്ല ഞാൻ വന്നത്, അത് വേണ്ടെന്ന് പറയാനുമല്ല വന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പോലും യേശു നമ്മുടെ നായകനാണെങ്കിൽ, നമ്മുടെ സകലത്തിൻ്റെയും ഉടമസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നത് തർക്കമറ്റ സംഗതിയാണ്. യേശുവിൻ്റെ പാദപീഠത്തിൽ വചനം കേൾക്കാനിരുന്ന മറിയ യാതൊരു പരാതിയും ഉന്നയിക്കാതിരുന്നപ്പോൾ യേശുവിനെ ഓടിച്ചെന്ന് കൈക്കൊണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന മാർത്ത പരാതിയുടെ ഒരു ഭാണ്ഡക്കെട്ട് കർത്താവിൻ്റെ മുമ്പിൽ അഴിച്ചു വെക്കുകയാണ്. മാർത്ത പറയുന്നത്, കർത്താവെ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുകയാണ്. സത്യത്തിൽ മാർത്ത തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ആരുടെയെങ്കിലും ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുക്കാനും അത്രേ. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെയൊന്നും കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ലല്ലോ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി മറുവിലായി തന്ന കർത്താവിനോട് നമുക്ക് എന്തു ചെയ്ത് പകരം കൊടുക്കാനാ? നോക്കൂ, ഞാൻ വല്ലാതെ ശുശ്രൂഷയിൽ കുഴഞ്ഞിരിക്കുകയാണ്, എന്നെ സഹായിക്കാൻ അവളോട് ഒന്ന് കൽപ്പിക്കണം. കർത്താവ് അവളുടെ വാക്ക് മുഖവിലക്കെടുക്കാതെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഇത് വാസ്തവമായിട്ട് നമുക്കൊന്ന് തെളിയിച്ചു തരുന്ന ഒരു അധ്യായം വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിലാണ് അത്. അവിടെ നമുക്ക് യേശുവിനെയും മാർത്തയെയും മറിയയെയും കാണാൻ കഴിയുന്നുണ്ട്. അതായത് ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ. ലാസർ മരിച്ചു 4 ദിവസമായി. അടക്കവും ഒക്കെ കഴിഞ്ഞു, എങ്കിൽ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 4 ദിവസമായി. കർത്താവിൻ്റെ അടുക്കൽ ലാസറിൻ്റെ രോഗവിവരം അറിയിച്ചതാ. പക്ഷെ കർത്താവ് വന്നത് ഇപ്പോഴാണ്. ഇവിടെയും കർത്താവ് വന്ന വാർത്ത അറിഞ്ഞിട്ട് മാർത്ത ഓടിച്ചെന്നു. അവൾ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. വിശ്വാസ പ്രഖ്യാപനം എന്ന നിലയിൽ തന്നെ പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. അവളോട് കൊടുത്ത മറുപടി, എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ്. അപ്പോഴാണ് അവളുടെ യഥാർത്ഥ വിശ്വാസം വെളിപ്പെട്ടത്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനത് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കില്ല. ദുഃഖത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് യേശു മാർത്തയെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ തിരികെ വീട്ടിൽ ചെന്ന് മറിയയോട് പറഞ്ഞു,
ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. നോക്കൂ പ്രിയരെ, ഒരിക്കൽ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന മറിയയെ യേശു ഓർക്കുന്നുണ്ട്. അവൾ ആ വാർത്ത കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമായുള്ളത്, യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്തു തന്നെ ആയിരുന്നു. യേശു ഇരിക്കുന്നയിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കാൽക്കൽ ഇരുന്ന് വചനം കേട്ട മറിയയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, അവൻ്റെ കാൽക്കൽ വീണാൽ മറുപടിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ വചനം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതെങ്കിലും ഭയപ്പെടണ്ട. ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ ജീവൻ്റെ വചനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ആ വചനത്താൽ ഒരു വിടുതൽ നിശ്ചയമായുമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും വചനത്തിനായി യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ ഇരുന്നു കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നോക്കൂ, തുടർന്ന് നമ്മൾ വായിക്കുന്നത് യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ്. മരിച്ചു എന്ന് വെച്ച് എഴുതിത്തള്ളാൻ വരട്ടെ, നിങ്ങളൊന്നും മരിച്ച വിഷയമായി കണക്കാക്കണ്ട. തീർച്ചയായിട്ടും മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കർത്താവ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.